മാഹിൽ പറ്റ മലർവാടി കേഴും മല്ലി വരും നല്ല പുതുമാരൻ മർഹബ മർഹബ പുതുമാരൻ മർഹബ 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 പാതിയെന്ന് കോതിയെന്ന നിധിയുമായി മതിമതിച്ചണയുന്ന മൈനകളെ മതിയെന്ന് പാതിയെന്ന കോതിയെന്ന നിധിയുമായി മതിമതിച്ചണയുന്ന മൈനകളെ മനമൊത്ത് മോഹപ്പത്തിൻ മധുവിധു നുകരുവാൻ വരു മർഹബ മർഹബ മനമൊത്ത് മോഹപ്പത്തിൻ മധുവിധു നുകരുവാൻ വരു മർഹബ 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 മാദക മനമേഴും മണിമലർ മഞ്ചത്തിൽ മയങ്ങിക്കൊണ്ടതിരസമതുണ്ണാൻ മയങ്ങിക്കൊണ്ടതിരസമതുണ്ണാൻ ഉണർത്തിയും പുതുമകൾ പുലർത്തിയും ഉലകച്ച തണയുന്ന പുതുരാവിൽ പൂതികൾ ഉണർത്തിയും പുതുമകൾ പുലർത്തിയും ഉലകച്ച തണയുന്ന പുതുരാവിൽ പൂങ്കൂട പിടിച്ചും കൊണ്ടിണ തേടി വരും നല്ല പുതുമാരൻ മർഹബ മർഹബ പൂങ്കൂട പിടിച്ചും കൊണ്ടിണ തേടി വരും നല്ല പുതുമാരൻ മർഹബ 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 മാതള മണമേഴും മണിമലർ മഞ്ചത്തിൽ മയങ്ങിക്കൊണ്ടതിരസമതുണ്ണാൻ മയങ്ങിക്കൊണ്ടതിരസമതുണ്ണാൻ മാഹിൽ പറ്റ മലർവാടി കേഴും നല്ലി വരും നല്ല പുതുമാരൻ മർഹബ മർഹബ പുതുമാരൻ മർഹബ 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 മർഹബ
है मेरे हम सफर एक जरा इंतजार जुनज़दाई दे रही है मंजिल प्यार की है मेरे हम सफर एक जरा इंतजार जुनज़दाई दे रही है मंजिल प्यार की अब है जुदाई का मौसम दो पल का मेहमान कैसे न जाएगा अंधेरा क्यों न थमेगा तूफान अब है जुदाई का मौसम दो पल का मेहमान कैसे न जाएगा तेरा क्यों न थमेगा तूफान कैसे न मिलेगी मंजिल प्यार की है मेरे हम सफर एक जरा इंतजार जुनज़दाई दे रही है मंजिल प्यार की ने जहाँ पे रखा है झूम की कदम एक बार वाही से खुला है कोई रास्ता वाही से गिरी है दीवार प्यार ने जहाँ पे रखा है झूम की कदम एक बार वाही से खुला है कोई रास्ता वाही से गिरी है दीवार रुके कब रुकी है मंजिल प्यार की है मेरे हम सफर एक जरा जुनज़दाई दे रही है मंजिल प्यार की है मेरे हम सफर
एक जरा इंतजार गुनगुनाई दे रही है मंजिल प्यार की। രണ്ടാം ഭാഗം ആരംഭിക്കുകയാണ്. ആദ്യ ഭാഗത്തിൽ ഇല്ലാത്ത കുറെ പേരുണ്ട്, അതേ കണ്ണൂരിപ്പിച്ച് നോക്കുന്നൊക്കെ ചേച്ചി. ഓക്കെ, നമ്മൾ ഇത് തുടങ്ങിയത് 2 ചോദ്യങ്ങൾ ചോദിച്ചു, സമ്മാനവും കൊടുത്തു. മൊത്തം 10 ചോദ്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതില് അടുത്ത 2 ചോദ്യങ്ങൾ ഞാനിപ്പോ ചോദിക്കാൻ പോവുകയാണ്. അപ്പൊ ഇടയിൽ കയറി വന്നവർക്ക് വേണ്ടിട്ട് വീണ്ടും പറയുന്നത്, ചോദ്യം ചോദിച്ച വശം ആദ്യം കൈ ഉയർത്തുന്ന ആൾക്കാർക്കും ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇത് കുറച്ച് എളുപ്പമുള്ള ചോദ്യമാണ്. എവിടെന്ന് ആരെ കൈവെക്കണമെന്ന് നിങ്ങൾ വളണ്ടിയർമാരും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കും. ഉത്തരത്തിന് വേണ്ടിട്ട് മൊബൈലൊന്നും ആരും നോക്കരുത്. ആദ്യമേ കൈ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അവിടെ കൈ തത്ത്. ചോദ്യം: കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പേര് പറഞ്ഞ ശബരി. കമോൺ. സമ്മാനം. വളരെ എളുപ്പമുള്ള ചോദ്യം പോയില്ല. കുറെ പേര് കൈവയ്ക്കുന്നു, പക്ഷെ ആദ്യം കൈവക്കിയത് ശബരി. സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ശുഭചേച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാരും ഒന്ന് കൈയടിച്ചേ. പല മേഖലകളിൽ നിന്നാണ്, ശാസ്ത്രം, ജിയോഗ്രഫി, അങ്ങനെ പലതും. അപ്പൊ അടുത്ത ചോദ്യം: മോഹൻലാലിന്റെ അച്ഛനായി മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമയുണ്ട്, അതിന്റെ പേര് പറയാൻ പറ്റും? അല്ല, രാവണപ്രഭു അല്ല. ഉത്തരം തെറ്റ്. തടാറ അല്ല. ആർക്കും കൈവക്കാം. ഹലോ, ഭക്ഷണം കഴിക്കുന്നവർക്കും ഇല കൈവക്കിണ്ട് പറയൂ. താരാപഥോ അങ്ങനത്തെ സിനിമ ആരല്ലേ? മാമാങ്കത്തിൽ മോഹൻലാൽ ഉണ്ടോ? അറിയില്ല. ഇല്ല, എന്തായാലും അതല്ല സിനിമ. കമ്പനി കാണിക്കണ്ട പ്രൈസ്. എന്നാലോക്കി മൊബൈൽ നോക്കരുതിട്ടാ. ചോദ്യം കേട്ടില്ലേ? മോഹൻലാലിന്റെ അച്ഛനായി മമ്മൂട്ടി അഭിനയിച്ച സിനിമ, ഒരേ ഒരു സിനിമയുള്ളൂ, മലയാള സിനിമ. സമയം കഴിഞ്ഞു. ഓക്കെ, ഒരു ചോദ്യം പിന്നീട് ആഡ് ചെയ്യുന്നതായിരിക്കും 10 ചോദ്യത്തിൽ. ഈ ചോദ്യം ഉത്തരം പറയാം. പടയോട്ടമാണ് ആ സിനിമ. ഇനി ഒരു കണക്കാണ്. കണക്ക്
ഒരു ഷർട്ടിനും ഒരു ടവലിനും കൂടി 110 രൂപ. ഷർട്ടിന് ടവലിനേക്കാൾ 100 രൂപ കൂടുതൽ. രണ്ടിന്റെയും വില പറയണം. ആർക്കാ പറയാൻ പറ്റുക? ഷർട്ടിനും ടവലിനും കൂടി 110, ഷർട്ടിന് ടവലിനേക്കാൾ 100 രൂപ കൂടുതൽ. രണ്ടിന്റെയും വില പറയണം. രണ്ടിന്റെയും വില പറയണം. പറയ്. അത് ഞാൻ പറഞ്ഞല്ല 110. രണ്ടിന്റെയും വില പറ. ഒരു ഷർട്ടിനും ടവലിനും കൂടി 110 രൂപ, ഷർട്ടിന് ടവലിനേക്കാൾ 100 രൂപ കൂടുതലാണ്. അപ്പൊ രണ്ടിന്റെയും വില പറഞ്ഞോ. ഷർട്ടിന് 100, പിന്നെ അത് തെറ്റാണ്. പറയേ. 105 അത് കറക്റ്റാണ്. ടവലിന് 5 രൂപ. ആരെത്ര പറഞ്ഞു? ഓക്കെ, ഇല്ല. അത് കിസ് മാസ്റ്ററുടെ ഇതിൽ സംശയം ഉന്നയിച്ചാൽ ആ ചോദ്യം കൂടി ക്യാൻസൽ ചെയ്യാണ്. ഓക്കെ, ഒത്തുകളില്ല. സത്യം പറയാം, ഒത്തുകളില്ല. ഞാൻ ഈ ക്വിസ് തയ്യാറാക്കിയത് ഇതിന്റെ ഉത്തരങ്ങൾ 2 പേർക്ക് അറിയുള്ളൂ, ചോദ്യങ്ങൾ 2 പേർക്ക് അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ശശിചേട്ടനെ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. ചൈത്ര എന്റെ മകളാണ്. ഓക്കെ, കണ്ടിന്യൂ.
Okay, super. ഹലോ എത്രയും ജന്മമായി നിന്നെ തേടുന്നു അത്രയും ഇഷ്ടമായി നിന്നെ
இந்த பூமி பூத்தது. இது கம்பன் பாடாத சிந்தனை எங்கள் காதோடு வாசம். புது வெள்ளை மழை எங்கு பொழிகின்றது. இது கொள்ளை நிலாவுடன் அலைகின்றது. நின்றது. மனம் சூடான இடம் தேடி அலைகின்றது. புது வெள்ளை மழை எங்கு பொழிகின்றது. இந்த கொள்ளை நிலாவுடன் அலைகின்றது. நீ அணைக்கின்ற வேளையில் இப்போ திடுக்கின்ற மலரும். நீ வெடிக்கின்ற ஓடினால் உயிர் பூ சற்றாக உலரும். இரு கைகள் நீண்டாத பெண்மையில் கண்கள் மாறாததோ. மலர் மஞ்சம் சேராத பெண்ணிலா இந்த மாரோடு வந்தாடும். புது வெள்ளை மழை பொழிகின்றது. இந்த கொள்ளை நிலாவுடன் நனைகின்றது. சூடாக பூவோடு குளிர்கின்றது. மனம் சூடாத இடம் தேடியாகின்றது. புது வெள்ளை மழை இந்த கொள்ளை நிலா. புது வெள்ளை மழை வெள்ளை மழை. Thank you. Thank you. നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല മാറിവില്ല നിന്റെ വർണ്ണമാല രാധയ്ക്ക് കാതുകളിൽ രാഗമാല ഉഷാറ് ആരും കാണാതെത്തുന്നു രാധ ആയർ പെണ്ണേ നീയൊരു മായ പയ്യനെ കറന്നു വെച്ച് പാൽക്കുടം നിറച്ചു വെച്ച് പാലാടി തിങ്കളായി വന്ന രാധ പാട്ടും മറന്നു വെച്ച് പട്ടുടുത്ത് തൊട്ടു തൊട്ട് പത്മനാഭ
കൂടുതൽ വ്യൂ നേടിയ പ്രോഗ്രാം നമ്മുടെ മിടുക്കി കുട്ടിയായ തൃഷികയുടെ ഫോക്ക് ഡാൻസിനാണ് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിരിക്കുന്നത്. 1.9K ആണ്. അതായത് 1900 മുകളിലായിട്ട് ഏകദേശം 2000 അടുത്ത് വ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോ മോളെ വളരെ സന്തോഷത്തോടു കൂടി സമ്മാനം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു. ഇനി സെക്കൻഡ് പ്ലേസിൽ വന്നിരിക്കുന്നത് മാർഗംകളിയാണ്. അപ്പോ ഫസ്റ്റ് പ്ലേസിൽ മാത്രമേ നമ്മൾ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പ്ലേസിൽ എത്തിയ മാർഗംകളി കളിച്ച ടീമിലെ ഏതെങ്കിലും കുട്ടികൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തൃഷിക കുട്ടിക്ക് സമ്മാനം കൊടുക്കുന്നതിനായിട്ട് വരണം. ഇനി മാർഗംകളിക്ക് കിട്ടിയ വ്യൂ എന്ന് പറയുന്നത് 1.6K ആണ്. അതും ഏകദേശം 1600 മുകളിൽ 1700 അടുത്ത് അവർക്ക് വ്യൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല കയ്യോടിയോട് കൂടി തന്നെ കൊച്ചുമോൾക്ക് മിടുക്കി കുട്ടിയായ തൃഷികയ്ക്ക് ആ സമ്മാനം നമുക്ക് കൊടുക്കാം. ഓക്കെ, കൺഗ്രാറ്റ്സ് മോളു. ഓക്കെ, അടുത്തതായി ഒരു ഗ്രൂപ്പ് സോങ് ആണ്, ഫിലിം സോങ് ആണ്. അതിനായി ഷൈനി ചേച്ചി, ലിറ്റി, സയന വേദിയിലേക്ക് വരാം. കൂടെ ഞാനും ഉണ്ട്. ഹലോ, ദൂരെ രാത്രി കാട്ടിൽ
பாட போற புது பாட்டு கட்டி ஆட போற வந்தேண்டா பால்கார அடடா பசுவாட்டு பட்டி பாட போற புது பாட்டு கட்டி ஆட போற புல்லு கொடுத்தா பால் கொடுக்கும் உன்னால முடியாத தம்பி அட பாதி புள்ள புறக்குதப்பா பசுமாலே தாய்ப்பால் தம்பி வந்தேண்டா பால்கார அடடா பசு மாட்டு பட்டி பாட போற புது பாட்டு கட்டி ஆட போற എല്ലാരും താളപ്പെട്ട് വിടരുത് தன் ரத்தத்தில் ஒரு பாதி பாலாகை பிரிப்பது பசுவோட வேலையப்பா அது பெருத்தாலும் பாலோடு தண்ணீரை கலைப்பது மனிதனின் மூளையப்பா தன் ரத்தத்தில் ஒரு பாதி பாலாகை பிரிப்பது பசுவோட வேலையப்பா அது பெருத்தாலும் பாலோடு தண்ணீரை கலைப்பது மனிதனின் மூளையப்பா சாணம் விழுந்தா பாரு எருவை எரிச்சா திருநீரே உனக்கு என்ன வரலாறு உண்மை சொன்ன தகராறு நீ மாடு போல உழக்கலையே நீ மனுஷனை ஏற்றி பொழக்கறிய வந்தேண்ட பால்கார அடடா பசு மாட்டு பட்டி பாட போற புது பாட்டு கட்டி ஆட போற ஆறு பேரே நடிக்கலட்டா கிரிக்கிறாரு